ത്തിനുള്ള ഏറ്റവും നല്ല മരുന്ന നടത്തം. ഫിസിയോതെറാപ്പി ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാ. ഓഹോ, നീ എന്നെ പഠിപ്പിക്കാൻ വരുവോ? ആരെയാ നീ എന്ന് വിളിച്ചത്? നിന്റെ മടിയിലിരുത്തിയാണോ ഈ കൊച്ചിന് പേരിട്ടത്? എടാ, ഞാൻ നടക്കണോ വേണ്ടോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ശരത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അച്ഛന്റെ കാര്യം നോക്കാൻ ഇവിടെ ചേച്ചിയും ഞാനും ഒക്കെ ഉണ്ട്. വന്ന് കേറിയില്ല, അപ്പോഴേക്കും തുടങ്ങിയ അഹങ്കാരം. അവരെ കണ്ടിട്ടായി ചാട്ടമെങ്കിലേ അത് അവസാനിപ്പിക്കാൻ എനിക്കറിയാം. ശരത്ത് എന്ത് ചെയ്യും? കൊല്ലുവോ? എന്നിട്ട് ഏതെങ്കിലും റെയിൽവേ പാളത്തിൽ കൊണ്ടിടും. എല്ലാരെയും കാണുന്നത് പോലെ എന്നെ കാണല്ലേ ശരത്തെ? ഞാൻ അങ്ങോട്ട് വഴക്കിനൊന്നും വന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്ന് ഭരിക്കാൻ നിന്നാ ഞാനത് അനുവദിച്ചു തരാനും പോകുന്നില്ല. സമാധാനത്തിന്റെ വഴിയാ ശരത്തിന് നല്ലത്. അല്ലെങ്കിൽ അത് പ്രശ്നമാവും. എനിക്കല്ല, ശരത്തിന്. കേട്ട് നിന്നു. എവിടുന്നോ വന്ന ഒരുത്തി എന്നെ പറയുന്നത് കേട്ട് നിന്നു. അതെങ്ങനെ? കൂടെ വയ്ക്കുന്ന എന്നോടല്ലോ സ്നേഹം, എവിടുന്നോ വന്ന അവളുമാരോടല്ലേ. കാണാട്ടെ മോളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആ, ഞാനും കാണാം. സൂക്ഷിക്കണം മോളെ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. സൂക്ഷിച്ചോളാം അച്ഛ. അച്ഛൻ നടക്ക്. സൂക്ഷിച്ചു. എവിടെ നിങ്ങളുടെ ആങ്ങള? എന്റെ പോക്കറ്റ് ഇട്ടിരിക്കുക. എന്താ കാണണോ? ഇത്ര ചീപ്പാവരുത് മനുഷ്യനായ. പേടിയുണ്ടെങ്കിലേ അത് പറയണം. അല്ലാതെ ഇങ്ങനൊന്നും ചെയ്യരുത്. ഇതൊക്കെ നട്ടലില്ലാത്ത ആണുങ്ങളുടെ രീതിയാ. എന്താ പെണ്ണെ നിന്റെ പ്രശ്നം? എന്തിനാ നീ കിടന്നിങ്ങനെ ചാടുന്നത്? ആ പരമേശ്വരൻ സാറില്ലേ, വിഷ്ണുവിന്റെ വക്കാലത്ത് ഏറ്റെടുത്ത അഡ്വക്കേറ്റ്, അദ്ദേഹം പിന്മാറി. നന്നായി. നിനക്ക് നിന്റെ തട്ടിപ്പുകാരൻ അങ്ങനെ തന്നെ വേണം. പിന്മാറാൻ കാരണം വേറെ ആരുമല്ല, സിദ്ധുവേട്ടനാ. സിദ്ധുവേട്ടൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് സാർ വക്കാലത്ത് ഒഴിഞ്ഞത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അല്ല, ഈ വിഷ്ണു ശരിക്കും നിന്റെ ആരാ? ഫ്രണ്ട് ആണല്ലോ. ആ ഫ്രണ്ട് ഇപ്പോ ജയിലിൽ കിടക്കുന്നതേ കറണ്ട് ചാർജ് വർധനയ്ക്കെതിരെ സമരം ചെയ്തേനൊന്നും അല്ലല്ലോ. മാർക്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടല്ലേ? അവനെ പോലുള്ള ഒരു സാമൂഹ്യ ദ്രോഹിയുടെ കൂടെയാണോ അതോ സിദ്ധുവിന്റെ കൂടെയാണോ നീ നിൽക്കേണ്ടത്? എന്താടി, നിന്റെ നാവിറങ്ങി പോയോ? എന്താണ് എന്നെ കുറിച്ചൊരു ചർച്ച? ഒന്നുമില്ലടാ, ഞങ്ങളെ നാത്തൂനും കൂടെ കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞതാ. ആ, എന്നാ പിന്നെ വന്ന കാലം നിൽക്കാതെ നാത്തൂൻ പോയി വല്ല എടുത്ത് കഴിച്ചേട്ടെ. നല്ല വിശപ്പ് കാണത്തില്ലേ? പണിയെടുത്ത് ക്ഷീണിച്ച് വന്നതല്ലേ? മോനെ, ആ വിഷ്ണു ഇല്ലേ, അവനെ പറ്റി ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കണം. അവൻ ആരാ, എന്താ എന്നല്ല. എന്തിനാ ചേച്ചി? അല്ല, കാര്യം ഉണ്ടടാ. നമ്മൾ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളിലെ കിടപ്പ്. ചന്ദ്രയും അവനും തമ്മിലേ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ബന്ധമുണ്ട്. എന്നുവെച്ചാ? ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാവൂടാ. പരമേശ്വരൻ സാറേ വക്കാലത്ത് ഏറ്റെടുക്കാതായപ്പോഴേ ചന്ദ്രയുടെ കണ്ണിൽ കണ്ട പക, അതൊരു സുഹൃത്തിനെ രക്ഷിക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യമായിരുന്നില്ല. അതിന് വേറെ ചില തലങ്ങൾ ഉണ്ടായിരുന്നു. അത് നീ കണ്ടുപിടിക്കണം. മനസ്സിലായടാ ഞാൻ പറഞ്ഞ എന്താണെന്ന്? മനസ്സിലായി ചേച്ചി. ഞാനിത് മനസ്സിൽ വെക്കാം, എന്നിട്ട് വേണ്ടതുപോലെ ചെയ്തോളാം. ചെയ്യണം, അല്ലെങ്കിലേ നീയും ഞാനും ഒക്കെ വിഡ്ഢികളാവും. അമ്മ, നീയോ? നീ എന്താ ഇവിടെ? ഞാൻ ജയിലിൽ നിന്നിറങ്ങി. അതിന് എനിക്ക് പൊന്നുമണി ഒന്ന് കാണണം. കാണണ്ട.
അവൾക്ക് നിന്നെ കാണാൻ താല്പര്യമില്ല. അമ്മേ, എന്നെ എല്ലാരും കൂടി ചതിച്ചതാ. എന്നെ കുറിച്ച് കേട്ടതൊന്നും സത്യമല്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും നാൾ ജയിലിൽ കിടന്നത്. ഒരുവിധ സമാധാനത്തോടെ കഴിയുക ഞങ്ങള്. ഉള്ള സമാധാനം നീ ഇല്ലാതാക്കരുത്. അമ്മേ, പൊന്നുമണി ഒന്ന് കാണണം. എന്റെ നിരപരാധിത്വം അവളെ ബോധ്യപ്പെടുത്തണം.